ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നൊരു മ്യൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥയാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. ഇത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. നമ്മൾ സ്പോട്ട് നോക്കുക. സ്പോട്ടിൽ നമ്മുടെ റെസിസ്റ്റൻസ് 25,484 കുറേ ദിവസങ്ങളായിട്ട് തന്നെയാണ് റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ ഒരു വട്ടമാണ് നമ്മൾ ആ ലെവലിൽ ഒരു വട്ടമാണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു വട്ടമാണ് ടെസ്റ്റ് ചെയ്തിട്ടും അടിയിലേക്ക് പോകുന്നു. പിന്നെ അവിടെ തന്നെയാണ് നിൽക്കണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ കൊണ്ടായിരുന്നു, ഫ്രീ ഗ്രൂപ്പിൽ കൊണ്ടായിരുന്നു. ഓൾറെഡി ഉണ്ടാക്കിയല്ലോ, ഇന്നത്തെ ഒരു ലോ ബ്രേക്ക് ചെയ്താലും ഒരു വീക്ക് സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. ടെസ്റ്റിംഗ് വരെ നടന്നിട്ടില്ലേ. അപ്പോൾ അത്രയും സ്ട്രോങ് പൊസിഷനിലാണ് നിൽക്കുന്നത് നിഫ്റ്റി. ഒരു ടെൻഡൻസി തന്നെയാണ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ നോക്കണ്ടായിരുന്നു ഇത്രയും സ്ട്രൈക്കുകളാണ്. രാവിലെ ഫ്രീ ഗ്രൂപ്പിൽ ഒരു 2 ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു SL-ഉം പറഞ്ഞൊരു 1:2 25-28 പോയിന്റ് പോയിട്ടുള്ള രണ്ടാമത്തെ ട്രേഡും ഉണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ അതിനും മാത്രം ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടില്ല. സെയിം പ്രൈസിൽ തന്നെയായിരുന്നു നോക്കണ്ടായിരുന്നു. റീ എൻട്രികൾ കിട്ടിയിട്ടുണ്ടെങ്കിലും 1:1 വന്നിട്ടൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വലിയ മൂവ്മെൻറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 25,950 P ആണ് നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയിൽ വന്ന ട്രേഡ്. ഫ്രീ ഗ്രൂപ്പിൽ വന്ന ട്രേഡാണ്. അത് നമുക്ക് ഫസ്റ്റ് തന്നെ SL ആയിരുന്നു. അതായിരുന്നു ഫസ്റ്റ് SL. പിന്നെ മാർക്കറ്റ് കൺസൾട്ടേഷനാണ്. ആ ലെവലിൽ മണിക്ക് വന്നിട്ടില്ല P. സെൻസസിൽ നമുക്ക് ട്രേഡ് ആയിരുന്നു. നിഫ്റ്റിയുടെ അതേ സെയിം ട്രേഡ് തന്നെയാണ്, പക്ഷേ പെയ്ഡ് ഗ്രൂപ്പിലാണെന്ന് മാത്രം. അവിടെ നമുക്ക് അതിലും SL തന്നെയാണ്. രാവിലത്തെ ഫസ്റ്റ് ട്രേഡ് 2 ഗ്രൂപ്പിലും ഫസ്റ്റ് SL തന്നെയാണ്. പിന്നെ ആ ലെവലിലേക്ക് ടെസ്റ്റിംഗ് വന്നിട്ടില്ല. പിന്നെ നമുക്കുണ്ടായിരുന്നത് 25,500 C ആണ്. സിയിൽ നമുക്ക് കാണാൻ വേണ്ട പോലെ 3 എൻട്രീസ് വന്നിട്ടുണ്ട്. 3 വട്ടമാണ് എൻട്രി എടുത്തേണ്ടത്. അതിൽ ഫസ്റ്റ് വട്ടം വന്നത് ഫ്രീ ഗ്രൂപ്പിലാണ്. അതൊരു 27 പോയിന്റാണ് കിട്ടിയത്. രണ്ടാമത്തെ വട്ടം വന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. അതൊരു 18 പോയിന്റാണ് കിട്ടിയത്. മൂന്നാമത്തെ വട്ടം വന്നത് പെയ്ഡ് ഗ്രൂപ്പിൽ തന്നെയാണ്. റീ എൻട്രിയാണ്. അതൊരു കോസ്റ്റ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കുറേ നേരം അടിയിൽ നിൽക്കുമ്പോൾ കോസ്റ്റ് എടുപ്പിച്ച് കളയാം, അത്ര ഉള്ള കാര്യം. പിന്നെയും ആ ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്യണ നേരത്ത് 4ാമത്തെ എൻട്രി അവിടെ വരും. സെൻസസ് അങ്ങനെ തന്നെയാണ് കേട്ടോ. സെൻസസിൽ നമുക്ക് ഫസ്റ്റ് എൻട്രി ഒരു 90 പോയിന്റ്, രണ്ടാമത്തെ എൻട്രി 40 പോയിന്റ്, മൂന്നാമത്തെ എൻട്രി ഒരു കോസ്റ്റ്, 4ാമത്തെ എൻട്രി സെയിം പ്രൈസിൽ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. ക്രൂഡ് ഓയിൽ ട്രേഡ് കൊടുത്തിട്ടില്ല. ക്രൂഡ് ഓയിൽ ഒരു മൂവ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ട്രേഡ് ഇടുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ട്രേഡ് ഇടും. BTC ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. BTC നമുക്ക് 1:1 വന്നത്. ഒരു 30 പോയിൻ്റൊക്കെയാണ് അതിൽ കിട്ടിയേക്കണത്, $30. പിന്നെ അത് SL-ലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. അവിടെയും കോസ്റ്റ് ആവശ്യങ്ങളില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് പ്രോഫിറ്റ് ഒന്നും വരില്ലെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ കോസ്റ്റ് ഇടാം. നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഞാനിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ നിഫ്റ്റിയിൽ എന്താണോ ചെയ്യണത്, നിഫ്റ്റി എങ്ങനെയാണോ ഹോൾഡ് ചെയ്യണത്, അത് തന്നെയാണ് ഇവിടെയും ചെയ്യണത്. അപ്പോൾ അവിടെ വരുന്ന SL കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്യാപിറ്റൽ പോകാണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നല്ല മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ട്രേഡിങ് ഓപ്ഷൻ ബൈയിങ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. വളരെ ഈസി അല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയും ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയും ഭയങ്കര സ്ട്രഗ്ലിങ് ടൈമാണ്. ഈ മാസം ഭയങ്കര സ്ട്രഗ്ലിങ് ആണ്. രണ്ടാമത്തെ ആഴ്ചയാണ് റണ്ണിങ്. അപ്പോൾ മൊമെൻ്റ് ഇല്ലേ മാർക്കറ്റിൽ. മൊമെൻ്റ് വരുമ്പോഴാണ് നല്ല പ്രോഫിറ്റ് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടും. പക്ഷെ അതല്ല ട്രേഡിങ്. ഈ ഒരു സൈഡ് വേസിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റിലും ചെറിയൊരു SL ഇരിക്കാൻ പറ്റണതാണ് അവിടുത്തെ ലാഭം. ഇവിടെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. 365 ദിവസത്തിൽ സൈഡ് വേസാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ട്രെൻഡിങ് ഒക്കെ വളരെ കുറവുണ്ടാവുള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓട്ടാണ് പിന്നെയുള്ള ദിവസങ്ങളുണ്ടാവുക. സൈഡ് വേസ് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ സൈഡ് വേസിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ റൂൾസ് അത്ര നന്നായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ്, അതായത് ഇൻട്രാഡേ മാത്രമുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ആവുക. അപ്പോൾ അത്രയ്ക്കുള്ള അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്ക്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് അവിടെ ഞാനൊരു വീഡിയോ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അത് ബേസിക് വീഡിയോ ആണ്. എങ്ങനെയാണ് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളത് ആ വീഡിയോ കണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കുക. ചാടി കയറിയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് പറയാമല്ലോ, ചാടി കയറിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ക്ഷമ വേണം. എന്നാലാണ് എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്ത് പോകാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അത് മടുക്കും. അതൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോണത്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ്. അടിപൊളി ട്രേഡിങ് ഡേ ആവട്ടെ. നല്ല മൊമെൻറ്റം കിട്ടട്ടെ. മാർക്കറ്റിൽ എപ്പോഴും നല്ല മൊമെൻറ്റം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല പ്രോഫിറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെൻറ്റം ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.